ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. മോർച്ചറിയിലെ വാച്ച്മാൻ അനുവിനെ ആ ഡെഡ് ബോഡി ശാലിനിയുടേതാണോ എന്ന് കാണിക്കാൻ വേണ്ടി ആ ഡെഡ് ബോഡി ഇങ്ങോട്ട് കാണിക്കാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ പൊന്നുമോളെ എന്നും പറഞ്ഞൊരു അച്ഛനും അമ്മയും കൂടെ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടി വരുവാണ്. ഞങ്ങളെ വിട്ടിട്ട് പോയോടി എന്നും പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് അങ്ങോട്ട്. ഞങ്ങൾക്കിനി ആരാണുള്ളത് എൻ്റെ പൊന്നുമോളെ എന്നൊക്കെ പറഞ്ഞ അച്ഛനും അമ്മയും കൂടെ കരയുവാണ്. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ മോളെ ഞങ്ങൾ നിന്നെ വഴക്ക് പറഞ്ഞത്. എൻ്റെ ദൈവമേ, എനിക്കിനി ആരാ ഉള്ളത്, എല്ലാം പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ അലമുറയിട്ട് കരയുവാണ്. ഇതെന്താണെന്നൊന്നും മനസ്സിലാകാതെ വിഷ്ണുവാണെങ്കിൽ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുവാണ്. അപ്പോഴാണ് അനുവും മനസ്സിലാകുന്നത് അത് ശാലിനി അല്ലെന്ന്. ആ അച്ഛൻ്റെ അമ്മയോടൊപ്പം വന്ന ആളിനോട് കമലൻ ചോദിക്കുന്നു, ചേട്ടാ എന്താ ഉണ്ടായത്? അതെ, ആ കടലിൽ ചാടി ചത്ത പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അത് കേൾക്കുമ്പോൾ വിഷ്ണു അങ്ങ് ഞെട്ടിച്ചാടി എഴുന്നേക്കുവാണ്. ഞങ്ങളോടി ചതി കാണിച്ചല്ലോടി എന്നും പറഞ്ഞൊക്കെ അച്ഛനും അമ്മയും കിടന്നങ്ങ് അലമറയിട്ട് കരയുവാണ്. കമലൻ പറയുവാണ്, ആശാനെ ഞാൻ അന്നേരെ പറഞ്ഞില്ലേ നമ്മളെ ഒന്ന് ടെൻഷൻ അടുപ്പിക്കണമെന്ന് ഈശ്വരൻ ഉണ്ടായിരുന്നുള്ളു. അതേതായാലും നടന്നു. ചേട്ടത്തിയമ്മ അവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ചിലപ്പോൾ ആശാനെ തിരക്കി അവിടെ നിൽക്കുന്നുണ്ടാവും. ഉറപ്പാ ആശാനെ, ഏട്ടത്തിയമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ആശാൻ ധൈര്യമായിട്ടിരിക്കുക. അപ്പോഴാണ് അനു ആ ഡെഡ് ബോഡി സൂക്ഷിച്ച് നോക്കുന്നത്. അത് നമ്മുടെ ശാലിനിയല്ല. ദൈവമേ എന്നും പറഞ്ഞ് അനു ഇങ്ങനെ അങ്ങ് നെഞ്ചത്ത് കൈവെക്കുവാണ്. വിഷ്ണു ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് അനുവിനോട് ചോദിക്കുക, അനു അത് അവളാണോ? സാറേ, അത് മേഡമല്ല, അത് ശാലിനി അല്ലെന്നറിയുമ്പോൾ വിഷ്ണു സന്തോഷത്തോടെ വീണ്ടും വീണ്ടും പൊട്ടിക്കരയുവാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ വീണ്ടും കടപ്പുറത്ത് വന്നിരിക്കുവാണ് ശാലിനിയെ അന്വേഷിച്ച്. വിഷ്ണുവും കമലനും അനുവും ഇപ്പോൾ രാമുവേട്ടനും വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഓരോ ഭാഗത്തായിട്ട് മാറി മാറി ഇങ്ങനെ നോക്കുവാണ്. അനു വിഷ്ണുവിനോട് പറയുന്നുണ്ട്, മേഡവുമായിട്ട് അടുപ്പമുള്ള 2-3 സ്റ്റാഫുകളുണ്ട്, ഞങ്ങളിനി അവിടെ ഒന്ന് അന്വേഷിക്കട്ടെ. എന്തായാലും ഏതെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണേ. ഈ ഭാഗത്ത് ശാലിനിയെ കണ്ടവരുണ്ടെന്ന് പറഞ്ഞവരുണ്ടല്ലോ, ഞങ്ങൾ ഇവിടൊക്കെ ഒന്നുകൂടെ അന്വേഷിക്കാം. ശാലിനിയെ കൊണ്ടല്ലാതെ എനിക്കിവിടുന്ന് അങ്ങോട്ടും വരാൻ പറ്റില്ല. സാറ് ധൈര്യമായിട്ടിരിക്കുക. ഏറ്റവും വലിയൊരു കടമ്പയാണ് നമ്മളിപ്പോൾ കടന്നത്. ഏതായാലും അതിനേക്കാൾ വലിയൊരു പരീക്ഷണം ഇനിയില്ല. അത്രയ്ക്ക് തീ തിന്നു. എന്തായാലും എന്തുണ്ടായാലും ഞങ്ങളെ വിളിച്ച് പറയണേ. ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോടൊന്ന് നോക്കട്ടെ. ഇനി എങ്ങോട്ടെങ്കിലും യാത്ര പോകാൻ മനസ്സിൽ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുവാണോ എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അവിടുന്ന് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ ഉടനെ അറിയിക്കാം. എന്നാൽ ഞങ്ങൾ പോട്ടെ, വാ രാമുവേട്ട എന്നും പറഞ്ഞ് അനു രാമുവേട്ടനെയും കൂട്ടിയിട്ട് പോവുകയാണ്. കരഞ്ഞ് തളർന്നു നിൽക്കുന്ന വിഷ്ണുവിനോട് കമലൻ പറയുന്നു, ആശാൻ ഇവിടെ നിന്ന് ധൈര്യമായിട്ടൊന്ന് ഇരിക്കുക. ഞാൻ അവിടെയൊക്കെ പോയി ആ പാറക്കൂട്ടത്തിനിടയിലൊക്കെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. ഏട്ടത്തിയമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല ആശാനെ. ആശാനോട് ഞാനല്ലേ പറയുന്നത്, ആശാൻ ധൈര്യമായിട്ടിരിക്കുക. തിരമ്പി വരുന്ന തിരമാലകൾ ഇങ്ങനെ പാറക്കൂട്ടത്തിൽ തട്ടി ചെതറുന്നത് നോക്കി വിഷ്ണു അങ്ങനെ കരഞ്ഞുകൊണ്ട് പതുക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. ആ തിരമാലകളെ നോക്കി വിഷ്ണു പറയുന്നു, എന്തിനാണോ താൻ എന്നെ ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നത്? ഒരായുസ് മുഴുവൻ കരഞ്ഞു തീർക്കാനുള്ള സങ്കടവാ ഞാൻ ഈ കുറച്ച് നിമിഷം കൊണ്ട് അനുഭവിച്ച് തീർത്തത്. ഇതുകൊണ്ട് എൻ്റെ ശാലിനി താൻ എന്താ നേടിയത്? എന്തിനാ എന്നോട് ഈ പരീക്ഷണം? ഞാൻ കുറച്ചു നേരം കൊണ്ട് ഉരുകിയുടെ തീരുവാ. എവിടെയാണോ താൻ പോയി ഒളിച്ചിരിക്കുന്നത്? എവിടെയാണെങ്കിലും എൻ്റെ ശാലിനി താൻ ജീവനോടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. ശാലിനിയെ കാണാൻ ശാരദാമ്മ കടന്ന് കരയുവാണ്. ദൈവമേ, എൻ്റെ കുട്ടിക്ക് ഇത് എന്തു പറ്റി? ഒരറിവുമില്ലല്ലോ. ശാരദാമ്മ എളുപ്പം പൂജാമുറിയിൽ ചെന്ന് ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുവാണ്. എൻ്റെ ദേവി, ഞാൻ ദിവസവും ഇവിടെ തിരികൊളുത്താറുള്ളതല്ലേ? എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ദിവസവും പ്രാർത്ഥിക്കാറുള്ളതല്ലേ? എന്നിട്ട് എന്താ എൻ്റെ മോൾക്ക് സംഭവിച്ചത്? എൻ്റെ കുഞ്ഞിനെ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല. എൻ്റെ ദേവി, എൻ്റെ കുഞ്ഞ് എവിടാ, എങ്ങോട്ടാ പോയതെന്നൊന്നും അറിയാതെ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? സഹായത്തിന് പോലും ഒരാളില്ലെന്ന് എൻ്റെ ദേവിക്കറിയാമല്ലോ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് തീ തീറ്റിക്കുന്നത്? ഈ രാത്രിയിൽ ഞാൻ എവിടെ പോയി നോക്കാനാ? ആകെ ഒരു സഹായത്തിന് വരുന്നത് വിഷ്ണുവാ. എന്നാൽ ആ വിഷ്ണുവിനെ കുറിച്ചും യാതൊരു അറിവുമില്ല. ഇനി വിഷ്ണു ശാലിനെ തിരക്കി നടക്കുവാണോ? ഒരാശ്രയവുമില്ലാതെ അവിടുത്തെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരയാനല്ലേ എനിക്ക് പറ്റൂ. സങ്കടങ്ങൾ കണ്ടാൽ അലിയുന്ന ആളല്ലേ എൻ്റെ ദേവി. കണ്ണീര് കണ്ടാൽ ആശ്വസിപ്പിക്കുന്ന അമ്മയല്ലേ ദേവി. എന്നിട്ട് എന്താ ദേവി എന്നെ മാത്രം ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? എന്നും ഞാൻ അവിടുത്തെ മുന്നിൽ തിരികെത്തിക്കുമ്പോൾ ആദ്യം രക്ഷിക്കണേ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ? എൻ്റെ ശാലിനി മോളെക്കുറിച്ച് മാത്രമാ എനിക്കിപ്പോൾ ആവലാതിയായിട്ടിരിക്കുന്നത്. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരുപാട് ദുരിതങ്ങൾ അമ്മ കാണേണ്ടി വരും. വിഷ്ണു പിന്നെ ജീവിച്ചിരിക്കില്ലമ്മേ. ശാലിനി ഇല്ലാത്ത ലോകം അവന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല.
ശാരദാമ്മ അങ്ങനെ ചങ്ക് പൊട്ടിക്കൊണ്ട് ദേവിയോട് പ്രാർത്ഥിക്കുവാണ്. എൻ്റെ ദേവി, എനിക്ക് എൻ്റെ മോളെ കിട്ടണം. എൻ്റെ ദേവി എൻ്റെ മുന്നിൽ കൊണ്ട് എൻ്റെ മോളെ തരണം. എനിക്ക് പറയാൻ വേറെ ആരുമില്ല. എല്ലാത്തിനും ഇവിടുത്തെ മുന്നിലുള്ള ഈ ഒരു ആശ്രയമേ ഉള്ളൂ. എൻ്റെ ശാലിനി മോളും ദിവസവും തിരികൊളുത്തി പ്രാർത്ഥിക്കുന്നതല്ലേ, പിന്നെ എന്തിനാ അവളെ ഇങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുന്നത്? ഒന്നും സംഭവിക്കാതെ എനിക്ക് എൻ്റെ ശാലിനി മോളെ ഇങ്ങ് തിരിച്ചു തരണം. കത്തിജ്വലിച്ച് നിൽക്കുന്ന നിലവിളക്കിൻ്റെ മുന്നിൽ നിന്നും ശാരദാമ്മ ദേവിയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പറയുന്നു, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ കഴിയില്ലെന്ന്. രക്ഷിക്കണേ എൻ്റെ പൊന്നു ദേവി, കൈവിടല്ലേ. ശാരദാമ്മ അങ്ങനെ ദേവിയെ വിളിച്ച് കണ്ണുനീരോടെ നിന്ന് പ്രാർത്ഥിക്കുവാണ്. വിഷ്ണുവാണെങ്കിൽ ആ ആഴക്കടലിലോട്ടിങ്ങനെ നോക്കി ആർത്തിരമ്പുന്ന തിരമാലകളെ നോക്കി എന്തൊക്കെയോ ഇരുന്നങ്ങ് പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എൻ്റെ ശാലിനി ഇല്ലാതെ ഞാൻ ഈ കടൽ തീരം വിട്ടു പോകില്ല. അത് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു തന്നെ ഈ വിഷ്ണു ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്നെ തോൽപ്പിക്കാനായിട്ട് ശാലിനി വന്നിരിക്കുന്നത് ഈ കടലമ്മയുടെ മടിത്തട്ടിലേക്ക് തന്നെയാ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്തായാലും എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച നിന്നെ ഞാനും തോൽപ്പിക്കാൻ പോവുക. നേരം പുലരുന്നത് വരെ ഈ കടലിങ്ങനെ ഇരമ്പുന്നതും നോക്കി ഞാനിവിടെ ഇരിക്കും. അതിനുള്ളിൽ ശാലിനി താൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ഈ കടൽ തന്നെയാണ് എനിക്കും ആശ്രയമെന്ന് ഞാനങ്ങ് കരുതും. കാരണം എനിക്കിനി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നുമില്ല. തന്നെ കൂടാതൊരു ലോകവും ജീവിതവും എനിക്കില്ലടോ. ഞാനിപ്പോൾ വെറും ഒരു വട്ടപൂജ്യമാണ്. എനിക്കിനി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നുമില്ല. ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? ഇത് തന്നെയാണ് താൻ എന്നോട് ചെയ്തതിനുള്ള പ്രതിമരുന്ന്. ഞാൻ പറഞ്ഞതും പ്രവർത്തിച്ചതിനും എല്ലാം എൻ്റെ ശാലിനി, താൻ എന്നോട് ക്ഷമിക്ക് ശാലിനി. തന്നോടല്ലാതെ പിന്നെ ആരോടാ ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്നത്? ആരാ പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ളത്? എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വിഷ്ണു ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മണ്ണിലോട്ടങ്ങ് കിടക്കുവാണ്. ആ കടൽ മണ്ണിൽ കൈവച്ച് ആ മണ്ണിങ്ങനെ വാരിക്കൊണ്ട് വിഷ്ണു ആലോചിക്കുവാണ്. അന്ന് ശാലിനിയെ വഴക്ക് പറഞ്ഞ ആ രംഗം. മനസ്സും ശരീരവും മറ്റൊരുത്തന് കൊടുത്തിട്ട് പിന്നെ എന്നോട് സ്നേഹം കാണിച്ചു വരുന്ന നിന്നെ എന്ത് പേരിട്ടാടി ഞാൻ വിളിക്കേണ്ടത്? ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിലും നല്ലത് നിനക്ക് എവിടെങ്കിലും പോയി ചത്തുകൂടേടി. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞതിന് തൻ്റെ ഈ തീരുമാനം എന്നെ തകർത്ത് കളഞ്ഞു ശാലിനി. അതിന് താൻ എന്നെ ഇങ്ങനെ തകർത്ത് കളഞ്ഞല്ലോ ശാലിനി എന്നും പറഞ്ഞ് വിങ്ങി വിങ്ങി പൊട്ടിക്കരയുവാണ് വിഷ്ണു. ശാലിനിയെ വഴക്ക് പറഞ്ഞ് ആ രംഗങ്ങളൊക്കെ ഓർത്ത് വിഷ്ണു ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് സമനില തെറ്റിയ ഒരു ഭ്രാന്തനെ പോലെ സ്വയം അവൻ്റെ കരണത്തും തലയ്ക്കുമൊക്കെ അവൻ തന്നെ ഇട്ട് അടിച്ച് കരയുവാണ്. അയ്യോ എൻ്റെ ശാലിനി, ഞാൻ അങ്ങനെ പറഞ്ഞതിന് നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കണമായിരുന്നോ എൻ്റെ ശാലിനി എന്നും പറഞ്ഞ് വിഷ്ണു വീണ്ടും അവൻ്റെ കൈകൊണ്ട് അവൻ്റെ ചെള്ളക്കിട്ടിങ്ങനെ ആഞ്ഞാഞ്ഞടിക്കുവാണ്. അങ്ങനെ സ്വയം മറന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിൻ്റെ തോളിലോട്ട് ഒരു കൈ വന്നിങ്ങനെ പതിയുന്നുണ്ട്. തൻ്റെ തോളിൽ കൈവച്ചത് ആരാണെന്നറിയാൻ വേണ്ടി വിഷ്ണു ഇങ്ങനെ പതുക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവൻ്റെ ശാലിനിയാണ് കാണുന്നത്. വിഷ്ണുവിന് അവൻ്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിഷ്ണു ഇങ്ങനെ അതിശയത്തോടെ അമ്പരന്നിങ്ങനെ കണ്ണുകളൊക്കെ വിടർത്തി ശാലിനിയെ തന്നെ നോക്കുവാണ്. വിഷ്ണു എന്നിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ശാലിനിയെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ അതിശയത്തോടെ ശാലിനിയെ തന്നെ നോക്കുവാണ്. അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ ഇങ്ങനെ പരസ്പരം വിങ്ങിപ്പൊട്ടിക്കൊണ്ട് നോക്കി നിൽക്കുവാണ്. വിഷ്ണു അലറി കരഞ്ഞുകൊണ്ട് ശാലിനിയെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. എന്നിട്ട് രണ്ടുപേരും അങ്ങനെ അങ്ങ് പൊട്ടി കരയുവാണ്. സന്തോഷവും സങ്കടവും കൊണ്ട് വിഷ്ണു അങ്ങനെ ശാലിനിയെ കെട്ടിപ്പിടിച്ച് ശാലിനിയുടെ നെറുകയിലൊക്കെ ചുംബിക്കുകയൊക്കെ ചെയ്യുവാണ്. എടോ, താൻ എവിടായിരുന്നടോ? എന്നിട്ട് ശാലിനിയെ ഇങ്ങനെ പിടിച്ച് തള്ളിയിട്ട് ചോദിക്കുന്നു, എന്തിനായിരുന്നടോ എന്നെ ഇങ്ങനെ തീ തീറ്റിച്ചത്? എന്നെ മാനസികമായി തകർക്കാനായിരുന്നോ? ആണോടോ? പറയടോ. അതോ ഞാൻ നെഞ്ച് തകർന്ന് മരിച്ചു വീഴുന്നത് കാണാൻ വേണ്ടിയിട്ടാണോ? വിഷ്ണു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശാലിനി ഒന്നും പറയാതെ കുനിഞ്ഞു നിന്ന് പൊട്ടി കരയുവാണ്. വിഷ്ണു എന്നിട്ട് അലമുറയിട്ട് കരയുവാണ്. താൻ എന്തിനു വേണ്ടിയായിരുന്നെങ്കിലും ഞാൻ മരിച്ചു. ഈ വിഷ്ണു മരിച്ചു കഴിഞ്ഞു. എന്നെ കൊല്ലാതെ നീ കൊന്നു. ഇപ്പോൾ നിന്റെ മുന്നിൽ നിൽക്കുന്നത് വിഷ്ണുവിൻ്റെ ജഡം മാത്രമാണ്. എടി, അത്രയ്ക്ക് കുറേ സമയം കൊണ്ട് ഞാനിവിടെ അനുഭവിച്ചു. ഞാൻ മരിക്കാൻ വേണ്ടി തന്നെയാ വിഷ്ണുവേട്ടാ വന്നത്. ഞാൻ ദൈവത്തെ പോലെ കൊണ്ടു നടക്കുന്ന ആളിൻ്റെ വായിൽ നിന്നും കേൾക്കാൻ പറ്റാത്ത വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നു.
ഞാൻ എൻ്റെ ഉറ്റവരെ ഉടയവരെ എല്ലാം മറന്നു. കാരണം എന്താണെന്ന് അറിയില്ലേ, എനിക്കെല്ലാം എൻ്റെ വിഷ്ണുവേട്ടനായിരുന്നു. ആ വിഷ്ണുവേട്ടനിൽ നിന്നും എനിക്കൊരു വേദനയുണ്ടായപ്പോൾ എനിക്കത് താങ്ങാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് ശാലിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിഷ്ണുവിൻ്റെ മാറത്തോട്ട് വീഴുകയാണ്. വിഷ്ണു ആണെങ്കിൽ അവളെ സ്നേഹത്തോടെ അങ്ങ് ചേർത്ത് പിടിക്കുവാണ്. എനിക്കപ്പോൾ മരിക്കണമെന്നാണ് തോന്നിയത്. പക്ഷെ വിധി എന്നെ അവിടെയും തോൽപ്പിച്ചു. വിഷ്ണുവേട്ടൻ എന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ജീവിക്കണമെന്നില്ലായിരുന്നു വിഷ്ണുവേട്ട. ഞാൻ മരിക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. പക്ഷേ വിധി എന്നെയും അവിടെ തോൽപ്പിച്ചു. വിഷ്ണു ശാലിനിയോട് പറയുവാണ്, വിധിയല്ല തോൽപ്പിച്ചത്, നിന്റെയും എൻ്റെയും രക്തത്തിൽ പറഞ്ഞ നമ്മുടെ മക്കളാണ്. വിഷ്ണു അങ്ങനെ പറഞ്ഞത് കേട്ട് ശാലിനി അങ്ങ് ഞെട്ടി നോക്കുവാണ് വിഷ്ണുവിനെ. വിഷ്ണു വീണ്ടും പറയുവാണ്, നമ്മുടെ മക്കൾ. ശാലിനി വിശ്വാസം വരാതെ ഇങ്ങനെ അതിശയത്തോടെ വിഷ്ണുവിനെ നോക്കി, വിഷ്ണുവേട്ട നമ്മുടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിഷ്ണു, ഇനി ഒന്നും പറയണ്ട, ഇനി ഒന്നും ഒളിക്കുകയും വേണ്ട, ഇനിയും എന്നെ വിഡ്ഢിയാക്കാൻ നോക്കരുത്. വിശ്വസിക്കാനാകാതെ ശാലിനി വീണ്ടും വിഷ്ണുവേട്ട എന്നിങ്ങനെ വിങ്ങി വിളിക്കുവാണ്. കാര്യങ്ങളെല്ലാം ശരിയായ രീതിക്ക് അറിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ തനിക്ക് മുന്നിൽ നിൽക്കുന്നത്. ശ്യാമ എഴുതിയ കത്ത് ഞാൻ കണ്ടു എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ 2 കൈയും കൂപ്പി തൊഴുതുകൊണ്ട് ശാലിനി നിന്ന് വിറയ്ക്കുവാണ്. അങ്ങനെ എല്ലാ സത്യവും ഞാൻ അറിഞ്ഞു ശാലിനി. പപ്പിയും സത്യയും നമ്മുടെ മക്കളല്ലേ, നമ്മുടെ പൊന്നുമക്കളല്ലേ ശാലിനി, അവർ 2 പേരും. ശാലിനി ഒന്നും പറയാതെ വിങ്ങി കരയുവാണിരുന്നു. വിങ്ങിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ശാലിനി നോക്കി വിഷ്ണു പറയുവാണ്, പറ, എനിക്ക് തൻ്റെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കണം. വിഷ്ണുവേട്ട, അത് പറ ശാലിനി, എത്ര വർഷം കൊണ്ട് ഞാൻ കാതിൽ കേൾക്കാൻ കൊതിക്കുന്ന വാർത്തയാണിത്. നോക്ക് ശാലിനി, അത് തൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്കുക. പറ ശാലിനി, ഞാൻ എത്രയോ നാൾ കൊണ്ട് ചോദിക്കുന്ന ചോദ്യവാ. പറയടോ, തൻ്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. സത്യസന്ധമായി എനിക്ക് തൻ്റെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കണം. പറയടോ. കരഞ്ഞുകൊണ്ടുള്ള വിഷ്ണുവിൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ ശാലിനിക്ക് പിടിച്ചു നിൽക്കാനാകില്ല. ശാലിനി പെട്ടെന്ന്, അതേ വിഷ്ണുവേട്ട, പപ്പിയും സത്യയും നമ്മുടെ മക്കളാണ്. ഇനിയും എനിക്കിങ്ങനെ ഇത് ഒളിച്ചു വെക്കാൻ വയ്യ വിഷ്ണുവേട്ട. അവർ 2 പേരും നമ്മുടെ മക്കളാ, എൻ്റെ വിഷ്ണുവേട്ടൻ്റെ മക്കള് എന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാലിനി വിഷ്ണുവിൻ്റെ മാറിലോട്ട് വീഴുവാണ്. എന്നിട്ട് ശാലിനി അന്ന് ഹോസ്പിറ്റലിലുണ്ടായ കാര്യങ്ങളൊക്കെ വിഷ്ണുവിന് പറഞ്ഞു കൊടുക്കുവാണ്. ശാലിനി അങ്ങനെ പറഞ്ഞതെല്ലാം കേട്ട് വിഷ്ണു അങ്ങ് അലറിക്കരയുവാണ്. എൻ്റെ പൊന്നുമക്കളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ വിഷ്ണുവേട്ട. അത് നമ്മുടെ 2 പേരുടെയും സ്വന്തം മക്കളാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുമിച്ച് അനുഭവിക്കാൻ യോഗമില്ലാത്ത നിർഭാഗ്യരായ മക്കളായിപ്പോയി. അവർക്ക് ഇപ്പോഴും എൻ്റെ വിഷ്ണുവേട്ടൻ ബിഗ് ഫ്രണ്ടും വിഷ്ണു അച്ഛനുമാണ്. വിഷ്ണുവേട്ട, ഇനി അത് അങ്ങനെ തന്നെ ആവുകയും വേണം എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് കരയുവാണ്. വിഷ്ണുവിന് അത് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശാലിനിയുടെ ആ വാക്കുകൾ കേട്ട് വിഷ്ണു ഇങ്ങനെ അമ്പരന്ന് ശാലിനിയെ തന്നെ നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനി വിഷ്ണുവിനോട് അങ്ങനെ പറയുന്നത് വിഷ്ണുവിന് അത് അംഗീകരിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ഇനി വിഷ്ണുവിൻ്റെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.